ഗായ്സ്, അപ്പം ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നമ്മളെ അടുപ്പത്ത് റെഡിയാവുന്നുണ്ട്. അപ്പോൾ സീജാമ നമുക്ക് ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? പഴം പുഴുങ്ങിയതും പിന്നെ വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് സീജാമക്കൊന്നും ഉണ്ടാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് പഴം പുഴുങ്ങിയതും പിന്നെ സ്പൂണും കൂട്ടി തിന്നും അല്ലേ? സ്പൂണും കൂട്ടി കോരി തിന്നും. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അല്ലേ? റീജാമ്മ വേണ്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പൊടിപ്പാത്രത്തിലൊക്കെ നോക്കാനുണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ നമുക്ക് തിന്നാം. ഉപ്പുമാവ് പെട്ടെന്ന് അമ്മ റവയില്ല ഉപ്പുമാവ് ഉണ്ടാക്കാൻ. പിന്നെ എന്നാ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും? അജ്മിയോ ഉണ്ടാക്കും. ഓ ഗൈസ്, അപ്പം നമുക്കിന്ന് പുട്ടും പഴം പുഴുങ്ങിയതുമാണ്. നമ്മൾ ചേർത്തല വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ അവിടുത്തെ വലിച്ച് നമ്മളോട് പറഞ്ഞതാണ് ചപ്പാത്തി തിന്നിട്ട് പോരാൻ. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി ജാട തിന്നാതെ പോകുന്നപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവുക അല്ലേ? കേട്ടിട്ടില്ലേ? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുന്നല്ലേ. അതുകൊണ്ട് അമ്മ രാവിലെ അത് കഷ്ടപ്പെടുക. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ പുട്ടും മുട്ടക്കറിയൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നലത്തെ ഫുഡ് നമ്മൾ കഴിക്കാറില്ല. കാരണം അത് ആരോഗ്യത്തിന് നല്ലതല്ല അല്ലേ? അല്ലേ അമ്മേ? അല്ലേ? എൻ്റെ അമ്മ എപ്പോഴും എന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചവിട്ടിക്കൊണ്ടൊക്കെ ഇരിക്കും. അതൊക്കെയാണ് അമ്മയുടെ വിനോദം. അയ്യോ, അത് ശരിക്കും കൊണ്ടുവേട്ടാ, എനിക്ക് കൊണ്ടുവേട്ടാ അത്. തല മേടിക്കും നിങ്ങൾ കേട്ടാ. അപ്പൊ അങ്ങനെ ചവിട്ടരുത്, പ്രശ്നങ്ങൾ അതൊക്കെ. ആവശ്യമില്ലാത്ത കൊണ്ടത് ഈ പഴയപ്പോ വേഗം വിശക്കണുണ്ടേ. വെല്ലിച്ചൻ പറഞ്ഞ ചപ്പാത്തി മുട്ടച്ചാറ് തിന്നാൻ. അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞ അവിടുത്തെ ചപ്പാത്തി പറഞ്ഞ പിടിച്ച് തേനും കൂട്ടി തിന്ന്. അതുകൊണ്ട് കാര്യമില്ല, പ്രശസ്തിയില്ല കുട്ടി. പിന്നെ ഇന്ന് കഞ്ഞിയഞ്ചല്ലേ? കഞ്ഞിയഞ്ചനെ സീജാമ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോവല്ലേ? കഞ്ഞിയഞ്ചനെ സദ്യ ഉണ്ടാക്കണമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ചിക്കനും കൂടി വാങ്ങിക്കും. ഏത് നമ്മൾ രാവിലെ നമ്മൾ വെജിറ്റേറിയൻ സദ്യ, രാത്രി നമ്മൾ ചിക്കനും കൂട്ടി നമ്മൾ ഒരു ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മൾ ബീഫും കൂട്ടി എന്തെങ്കിലും കഴിക്കും. അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. എല്ലാ ദിവസവും എന്തെങ്കിലും കൂട്ടി കഴിക്കണം. ആ മീനും നക്കി നോക്കിയാ ഉപ്പുണ്ടാക്കിയ പുളി വെച്ചാണ് പുട്ടുണ്ടാക്കണം. എൻ്റെ അമ്മ ഒരു കോമഡിക്കാരിയാ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തമാശ പറഞ്ഞോണ്ടിരിക്കും. നമ്മക്കാർക്ക് ചിരി വരണ്ടേ. തക്കാളി വെണ്ടയ്ക്ക് ഒരു കൂടി തൈരും വാങ്ങിച്ചുകൊണ്ട് വരാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലും മഴയത്തല്ലിങ്ങ വന്ന ഈ പൂട്ട് നമുക്ക് 3 പേർക്ക് തിന്നാനുണ്ട. നമ്മൾ ഈ ചെറിയ തോതിലുള്ള പൊടി കൊണ്ട് നമ്മൾ 3 പേർക്ക് പുട്ടുണ്ടായി കഴിക്കും. കാരണല്ലേ, ഒരുമയുണ്ടെങ്കിൽ ഒരക്കപ്പുറത്തും കിടക്കാന്നല്ലേ. ഈ പുട്ട് എത്ര നേരം കൊണ്ട് റെഡിയാവും അമ്മേ? ഏകദേശം എത്ര സമയം വേണം പുട്ട് റെഡിയാകാൻ? അപ്പൊ ഈ പഴത്തിനാ കാല് വെക്കണം. ഈ കഞ്ഞിയഞ്ചെന്ന് വെച്ചാ എന്താമേ? കഞ്ഞിയഞ്ചെന്ന് വെച്ചാ എന്നാ? കല്യാണെന്ന് വെച്ചാ കല്യാണെന്ന് വെച്ചാ ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയാണ് ജനനാണ്. ജയന്തി എന്ന് വെച്ചാൽ ജനിക്കും. സമാധിയാണോ അപ്പൊ ഇന്ന് കഞ്ഞിയഞ്ചി? നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, ചുമ്മാ വർത്താനം പറയാ.
കാര്യം അറിയാമല്ലോ. ഓഹോ അപ്പൊ അങ്ങനെയായി കാര്യങ്ങൾ. എന്റെ മുതുകൊന്ന് മാന്തി. ആ വാർത്ത അടുക്കുമോ കൊണ്ട് പണിയെടുപ്പിക്കണം. മുതലെടുക്കണാണോ സജി നദി? നമ്മുടെ അച്ഛൻ രാവിലെ തന്നെ തൂമ്പയെടുത്ത് പറമ്പിൽ പണിക്ക് പോവാണ്. അച്ഛനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചാണ്. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും തൂമ്പയും കേട്ടാ നടക്കുള്ളൂ. അപ്പൊ പൂഴ് നിരത്താൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. വണ്ടി പൊളിച്ച് അതുവരാട്ടല്ലേ കയറ്റിയത്. ടേറിന്റെ പാടിയാ കണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പുതിയ വഴി വാങ്ങിച്ചിരിക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പുതിയ വഴി. ഏത് ഈ വഴിയിൽ കൂടിയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ വീട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മൾ ഈ വിശാലമായ ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ വീട്ടിലേക്ക് നമ്മുടെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ റോഡ് പണിതപ്പോൾ 10-30 ലോഡ് പൂഴി ഇറക്കി. പിന്നെ മിച്ചം വന്ന പൂഴി അച്ഛനിവിടെ നിരത്താൻ പോകുന്നു. എടാ നമ്മളെ ചാമ്പ പൂത്ത് ചാമ്പ പൂത്ത് ചാമ്പയിൽ ഒരുപാട് പൂവൊക്കെ ഉണ്ടായി. പക്ഷേ ഈ പൂ മൊത്തം താഴെ വീണ് പോവാണ്. ഒരു ചാമ്പങ്ങ പോലും തിന്നാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണം കിട്ടുമായിരിക്കും. സോമഞ്ഞേൻ്റെ കടയിൽ ഞാൻ മേടിയത്തില്ല തൈര്. അത്ര തൈര് ഹൈജീനല്ല. ഓ ഗൈസ്, അപ്പം നമുക്ക് തൈര് മേടിക്കാൻ പോവാം. നമ്മൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, അമ്മ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ് 1 കിലോ 10 രൂപ കിട്ടിയോണ്ട് മേടിച്ചതാ. ചൂണം പാപ്പയുടെ പറമ്പിട്ടേക്കണ പൂഴി നല്ല പൂഴിയാ. പെട്ടെന്ന് ഉറക്കും. ഉറച്ച് വഴി പോലെ തന്നെ കിടക്കണം. അല്ല അതെ, രുചിച്ചിട്ട് കടയിലുള്ള സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആൻഡ് ഹൈജീനിക്. വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് വാക്കുടഞ്ഞൻ്റെ കട വെക്കുന്നത്. അപ്പം നമുക്ക് പുട്ടും പഴവും കഴിക്കാം. പുട്ടും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ചൂടേ എന്നെ ചൂടാമേനി. രാവിലെ പുട്ടും പഴവും കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതാണ്. പെട്ടെന്ന് വയറ്റിന്ന് പോകും. അതുപോലെ നമ്മളെ വലിയ വലിയ പൊറോട്ട, ചിക്കൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും രാവിലെ കഴിക്കും. രാവിലെ എപ്പോഴും നമുക്ക് വയറിന് നല്ല സുഖം കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. ഞാൻ കഴിക്കത്തില്ല. ഞാൻ മാണോളെ കഴിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ രാവിലെ പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടുണ്ട്. തന്നിടത്ത് പയറും എന്തൊക്കെ വരും അതിൻ്റെ പയറ്, പരിപ്പ്, ഉഴുന്ന് അതുപോലുള്ള സാധനങ്ങളൊക്കെ ആ മെഷീനിൽ കുത്തുന്ന നേരത്തെ ഇറങ്ങി വരും. എന്തിനാണ് ഇതുപോലത്തെ മെഷീനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയത്തില്ല. വെറുതെ കാശ് കൊടുത്ത് മേടിച്ച് വെച്ചു. ഇതൊക്കെ കൊണ്ട് അമ്മ കളിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ അടുക്കളപ്പണി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിലെ കളിക്കുന്ന കഞ്ഞിയും കൂട്ടാൻ കളിയില്ലേ, അതുപോലെയൊക്കെയാണ്. ഓ ഗൈസ്, സീജാമ്മ നമ്മളെ ഭീഷണിപ്പെടുത്തി. നമ്മളിതിനൊന്നും വളരാൻ പാടില്ല. എന്താ പറഞ്ഞു അത് തീ കുറച്ച് വെച്ച് അതാ കളയാലോ. ശ്രീരാമക്ക് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഐഡിയ, ഭയങ്കര ബ്രെയിൻഫുള്ളായിട്ടുള്ള അമ്മയാണ് എൻ്റെ. ഇവിടുത്തെ പഴപ്പത്തുണ്ട്. പിന്നെ തേങ്ങ തിരടുന്നതിന് വേണ്ടിയുള്ളൊരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇനി വരണമേ കുത്തി എടാ കണ്ണ, നിനക്ക് നീ അവിടെ ഇരുന്ന് തേൻ കൂട്ടി അത് മേടിച്ചു തന്നെ. നിനക്കൊരു തേൻ മേടിക്കാതെ എന്തിനാ? അതല്ലേ പറഞ്ഞു.
ആരാ തേങ്ങോട്ട് ചപ്പാത്തി തിന്ന? അമ്മ അവളൊന്നൊരു കുറച്ച് തേൻ കിട്ടിയപ്പോ ഞാൻ ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ നോക്കി. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. മാമന് ഹോട്ട്സിന്റെ അകത്ത് ഒഴിച്ച് കുടിക്കണ തേനാണ്. മധുരത്തിന് പകരം അതായത് ആപ്പ് ഉപ്പ തേനൊന്നുമല്ല. അത് മേടിച്ചിട്ട് 2 ദിവസം ആകണമെന്ന് പറഞ്ഞ പകുതിയായി. അപ്പൊ മാമൻ ഒരു 5 സ്പൂണല്ല ഉപയോഗിക്കണത്. മനസ്സിലായോ? ഡയറ്റിന് വേണ്ടി പുള്ളി 100 ml തേനാണ് പുള്ളി ഒരു ദിവസം അകത്താക്കണത് ഓട്സിൻ്റെ കൂടെ. ഡയറ്റിംഗ് എന്ന് പറയണം. ചേർത്ത വീട് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ഉലുവ കൊണ്ട് ലേഹം ഉണ്ടാക്കി വെച്ചേക്കണം. ഉലുവ ലേഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി വികസിക്കും, നടുവേദന ശരീരവേദനയൊക്കെ മാറും. അത് കേട്ടത് പാതി കേൾക്കാതെ പാതി ശ്രീജാമ എടുത്ത് തിന്ന്. എന്നിട്ട് സംഭവിച്ചതെന്താ ചരിത്രം പുറത്തു പറയാൻ കൊള്ളിയല്ല. ശ്രീജാമ എന്ത് കിട്ടിയാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. അത് നിർബന്ധ അല്ലേ? അല്ലേ? നമ്മൾ ഡെയിലി ക്യാമറ കൊണ്ട് ഇങ്ങനെ വരാന്നില്ല. പിന്നെ ശ്രീജാമ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറയിൽ നിന്ന് സംസാരിച്ചോളൂ. 2 മാസം ഞാൻ ഇങ്ങനെ ഇരിക്കും. 3 മാസം 3 മാസം ഞാൻ ഗർഭിണിയാ. ഒരു ഓമളിയാവുമ്പോ അടിക്കണം. അമ്മ എന്റെ കല്യാണം വലിയ പറഞ്ഞിട്ട് കെട്ടി വലിയ പറഞ്ഞ കെട്ടിക്കാൻ പോയത്. വലിയ പറഞ്ഞ കേട്ടോ അടിപൊളി അടിപൊളി വെള്ളാണ്, സൂപ്പർ വെള്ളാണ്. അങ്ങനെ നേരം എനിക്കൊരു ക്യൂരിയോസിറ്റി ഒന്ന് കാണാൻ ഒരാഗ്രഹമല്ലേ. ഏതായാലും നമ്മളെ കല്യാണം ഒന്നും നടക്കത്തില്ല, പെണ്ണെങ്കിലും കാണാല. കണ്ട പിള്ളേര് പണി തുടങ്ങി. വാഷിംഗ് മെഷീൻ പോയപ്പോ അച്ഛ അലക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞ അച്ഛൻ്റെ തുണിയൊക്കെ അലക്കാൻ. അങ്ങനെ ഓരോരുത്തരുടെ തുണി അലക്കണം. ഇന്നലെ എന്നെ കൊണ്ട് വൈകുന്നേരം അലപ്പിച്ച് വാഷിംഗ് മെഷീൻ കിട്ടുന്നവരെ പണിയെടുപ്പിക്കും നമ്മളെ. സത്യം പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ കളഞ്ഞത് ശ്രീജാമ്മ തന്നെയാ. ശ്രീജാമ്മ വാഷിംഗ് മെഷീൻ്റെ അകത്ത് തടുക്ക്, പാത്രം, എന്തൊക്കെ സാധനങ്ങളുണ്ടല്ലോ ചൂല് വരെ അതിൻ്റെ അകത്തിട്ട് അലക്കും. പിന്നെ എങ്ങനെ പോകാതിരിക്കും? എല്ലാം അതിൻ്റെ അലക്കില്ലേ? അതെ ഞാനാണ് പറയട്ടെ, ഏറ്റവും കുറഞ്ഞത് നമുക്കുണ്ടല്ലോ 6 കിലോ അതിനകത്ത് കൊള്ളുകൊള്ളു. അമ്മ 6 കിലോ ആണ് അലക്കണമെങ്കിൽ 60 കിലോ. ഞാൻ പറയാം, ഞാൻ ഒരു ദിവസം 4 ജോഡി ഫുഡ് കഴിക്കാൻ അച്ഛൻ വന്നിരിക്കുകയാണ്. ശർക്കര കൊണ്ട് നമ്മളിന്ന് പായസം വെക്കും, ശർക്കര പായസം കുടിക്കും. എന്താണ് ഈ പഴമൊക്കെ വെക്കണം? പഴയ കൂടി കാണുന്ന എല്ലാം നമുക്ക് വേണം. തോരൻ വെക്കാൻ അവിടെ വല്ലതും ഉണ്ടായിരുന്നു? തോരൻ വെക്കാൻ അവിടെ അച്ചിങ്ങ ബീൻസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസിലെ പ്ലാച്ചി തിരിച്ചു വന്നു. പ്ലാച്ചി തിരിച്ചോളല്ലോ. പ്ലാച്ചി തിരിച്ചോളെ കൊടുത്ത് പോകല്ലാര് ഇന്നൊക്കെ വട്ടല്ലേ കാണിക. അവള് കിടന്ന് കാറി പക്ഷേ പിടിച്ച് റിയാസിനെ പിടിച്ചെടുക്കുക. റിയാസ് അത് നിയാസ് റിയാസ് അഞ്ഞൂറ് ഔട്ടായിട്ടില്ല, ഔട്ടാവായിരിക്കും. അവളെ വിട്ടായെന്ന് പറഞ്ഞാൽ അവളാണ് ഔട്ടാകണത്. എന്നിട്ട് പറയണത് പ്ലാച്ചി എന്നിട്ട് ഇവള് കിടന്ന് കാറി എല്ലായിടത്തും ചെന്ന് കിടന്ന് കാരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല അത് മറ്റേ ഷിയാസ് എന്ന് പറഞ്ഞില്ലേ, ആ ജിമ്മൻ വെളുത്ത മുടിയുള്ളവൻ. അവൻ വന്നിട്ട് അവൻ്റെ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞെടുത്ത് അവളുടെ ഒരു പ്ലാച്ചി എന്ന് പറഞ്ഞെടുത്ത് ഓടിക്കളഞ്ഞു. അവളെ എന്നോട് നിങ്ങൾ അതാണ് പ്രശ്നം. അതൊക്കെ ഞങ്ങൾ ചെയ്യും. ആ ബിസിനസ് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇഷ്ടം എല്ലാ ബിസിനസ്സും ചെയ്യും. ഞങ്ങൾ ഒരു ബിസിനസ് മാത്രമുള്ള ആൾക്കാരല്ലേ.
നിങ്ങൾ എവിടെയൊക്കെ തൊഴിലവസരങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റി അവർക്കൊക്കെ തൊഴിലവസരങ്ങൾ കൊടുക്കും. അതാണ് എൻ്റെ വലിയ വിളിച്ചാൽ പറഞ്ഞേട്ടാ, നമുക്ക് 300 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമെന്ന്. പിന്നെ വിളിച്ചാൽ പറയാ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രായമായ ഒരുപാട്, എനിക്ക് 20 വയസ്സുള്ളു, എനിക്ക് 20 വർഷം കൂടി കഴിഞ്ഞാൽ ആയുസുള്ളു. അപ്പൊ എല്ലാ കൊച്ചിനെ എനിക്ക് അത്ര വർഷം സഹായിക്കാൻ പറ്റുള്ളത്. 20 വർഷം കൂടെ അച്ഛൻ ആയുസ് കിട്ടുന്നത്. അപ്പൊ അതിനുള്ളിൽ നമുക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളു പറഞ്ഞ. പിന്നെ അത് ശരിയായിരിക്കുമല്ലേ, ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കയറ്റി അയക്കണം. അതിന് ഓരോ ആൾക്കാരെ കണ്ടുപിടിക്കണം. ഞങ്ങളെല്ലാ ബിസിനസ് അച്ഛൻ പറഞ്ഞ കുഞ്ഞു ബിസിനസ് ഒന്നും ഇവിടെ ഇല്ല. എല്ലാ ബിസിനസ്സും പയ്യാൻ പാടിലൊക്കെ ചെയ്യണം. അപ്പൊ പായസത്തിന്റെ പരിപ്പൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഛേദമില്ലാത്ത അപ്പൊ പരിപ്പ് പായസമാണെന്ന് നമ്മൾ വെക്കുന്നത്. ഈ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന അച്ഛനാണ്. അപ്പം അച്ഛൻ പായസത്തിന്റെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ട് അച്ഛൻ കുളിക്കാൻ പോയി. അപ്പം അച്ഛൻ കുളിക്കാൻ പോയ സമയത്ത് അമ്മ കയറി പായസം ഉണ്ടാക്കുവാണെങ്കിൽ കൊളായി പോകും. അമ്മക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇറച്ചി സംബന്ധമായ കാര്യങ്ങളൊക്കെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പിന്നെ സാമ്പാർ ഉണ്ടാക്കും, മുട്ടക്കറി ഉണ്ടാക്കും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ നമുക്ക് പായസം വെക്കാൻ മാത്രം കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ ഇവിടുത്തെ പരിപ്പ് കുറഞ്ഞു പോകും. ഇപ്പൊ ഇത്രയും ശർക്കര ഉണ്ട്, ഇപ്പൊ ശർക്കര പാനി മാത്രമേ ഉണ്ടാവുള്ളൂ. അച്ഛൻ കണ്ടാൽ നിങ്ങൾ ഇവിടെ ഇടിക്കും. ഇത്രയും പരിപ്പ് എടുക്കാൻ ഇത്ര പരിപ്പ് കൊണ്ട് എങ്ങനെ പരിപ്പ് കറി വെക്കണേ? അമ്മക്ക് വേണ്ടേ? അമ്മ രണ്ടുപേരും നിന്നപ്പോ ഇത്ര വെള്ളം കൂട്ടുള്ളൂ പരിപ്പ്. ഈ പരിപ്പ് സവോളയും കൂടെ ഇടുമ്പോ ഇച്ചിരി അമ്മ ശരിക്കും കല്യാണ വീട്ടിലെ കട്ടിപ്പരിപ്പ് അമ്മ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല കട്ടിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപ്പ് ഏത് വിധത്തിൽ വേണമെന്ന് പറ. എനിക്ക് കല്യാണ വീട്ടിലെ പോലെ കട്ടിയില് പപ്പട ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് അതിലേക്ക് പരിപ്പും കൂടി ചേർത്ത് ചോറും കൂടി കൂടി തിന്നാൻ പറയണം. അല്ലാതെ ആപ്പ് ഇപ്പൊ പരിപ്പൊന്നും കാണാനേ വേണ്ട. അതിന്റെ ആവശ്യമൊന്നും കാണാനില്ല. എനിക്ക് അച്ഛനും അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരും അമ്മ എനിക്കുള്ളത്. ഈ സമാനത്തിന്റെ ഒരു വെള്ളപ്പത്തിന്റെ കാര്യമല്ല ഇവിടെ. എന്തോ ആടെ ചെയ്ത് ആർക്കറിയാം, നിങ്ങൾ പരിപാടിയൊന്നുമില്ല. കഴിയാൻ വേണം. വണ്ടി കഴിയണ തുണി കാരണം ബുക്ക് ചെയ്തിട്ടുണ്ട്. പഴയ കണ്ടില്ല. ഞാൻ വണ്ടി ഇറക്കിയിട്ട് വരാം. ഓട്ടോ ഇറക്കിയിട്ട് വരാൻ കുറേ നാളായി ഓട്ടോ ഞാൻ ഓടിച്ചിട്ട്. ഇപ്പോൾ ഓട്ടോ ഓടിക്കാറില്ല. പറഞ്ഞ് ഓട്ടോ വിളിച്ചാൽ എനിക്ക് പോകാൻ മടിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ ഓടാൻ പോയി കഴിഞ്ഞാൽ അവളെ കൂടെ തന്നെ കിടക്കണം. അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ 1 മണിക്കൂർ അങ്ങോട്ട് പോകും. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ജോലിക്ക് പോകാൻ താമസിക്കും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഞാൻ ഓട്ടോ ഒന്നും ഓടാൻ പോകാറില്ല. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പോയി. ഞായറാഴ്ച ദിവസങ്ങളിൽ അങ്ങനെ ഓട്ടം കിട്ടാറില്ല. ഞായറാഴ്ച ആരും ഓട്ടം വിളിക്കാറില്ല. അത് വേറെ സത്യം. നമുക്കതായാലും ഈ വണ്ടിക്കൊരു കുഴപ്പമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ പെട്രോൾ എടുത്തില്ലെങ്കിൽ വണ്ടി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓഫായി പോകും. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഞാനെല്ലാ ദിവസവും മറന്നു പോകും പെട്രോൾ വണ്ടി എടുക്കാൻ. ഞാൻ എടുക്കുവാണെങ്കിൽ കിടക്കണ CNG തന്നെ ചാക്കണം. ഇതൊരു വിഷയമാണ്. എവിടെ വണ്ടി ഇവിടെയാണോ? ഇവിടെ ഇട്ടാ മതിയാ? ഓക്കെ, പിന്നെ അച്ഛൻ വണ്ടി കഴിക്കോളും. അപ്പം നമുക്ക് അടുക്കളയിൽ പരിപാടി നോക്കാം. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ ചെളിയൊന്നുമില്ല. എന്നാലും എന്തിനാണ് അച്ഛൻ വണ്ടി കഴിയണമെന്ന് ചോദിച്ചാൽ അച്ഛനൊക്കെ തന്നെ അറിയാം. കുറച്ച് ചെളിയൊക്കെ ഉണ്ട്.
അച്ഛൻ്റെ വണ്ടി എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം എന്ന് അച്ഛന് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ എല്ലായിടത്തും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല ചെളിയിലൊക്കെ ഇട്ട് ഓടിച്ച് കൊളായൊക്കെ കൊണ്ട് ചെല്ലും. അപ്പോൾ കുറേ നേരത്ത് നല്ല വഴക്ക് കിട്ടും. നമ്മളതൊന്നും വലിയ കാര്യമാക്കാറില്ല. നമ്മളെപ്പോഴും നമ്മുടേതായ രീതിയിൽ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. ഏത് ഞാൻ മോര് കറിയാ, ഞാനങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മോരും വെച്ചില്ലേ, എന്തൊരു സ്പീഡല്ലേ നമുക്ക്. അമ്മ ഈ ഒരു ഉരുളിക്കകത്താണ് പായസം വെക്കണേ? അതാണ് ഞാൻ ചോദിച്ചു. ശർക്കര മുങ്ങി വരുമ്പോ വേറെ ഉരുളി വേണം. അതാണ് ഞാൻ പ്രതിപത്തിന്ന് 2 സ്പൂണ് പയറെടുത്ത് കഴിഞ്ഞാൽ, പയറല്ല പരിപ്പ് എടുത്ത് കഴിഞ്ഞാൽ പരിപ്പ് കുറയും. അപ്പം നമുക്ക് ഒരു പരിപ്പ് കറിയുടെ ജിഞ്ചായി. ഇപ്പൊ പരിപ്പ് വാങ്ങാൻ ഞാൻ പറഞ്ഞു ഒരു വെടിക്ക് 2 പക്ഷി. പറയണ്ട, അതിനെ പേടിയാണ്. ഞാൻ ആ പരിപ്പ് എടുത്തോണ്ട് പരിപ്പ് പറഞ്ഞു. ഇതിന്റെ സ്ഥലയില്ലല്ലേ, വേറെ ഉരുളി വേണം. കുളിച്ചിട്ട് ഇറക്കി വെക്കട്ടെ. വണ്ടി കഴിഞ്ഞിട്ട് വിളിക്കും. ഇറക്കി വെക്കണ്ട, അതായത് അടുപ്പ് ഇത് വേഗട്ടെന്ന്. അച്ചായിക്ക് അറിയാം പാകത്തിന് വേഗണ കാര്യങ്ങൾ. നമുക്ക് പായസത്തിനെ കുറിച്ച് വേണ്ടത്ര വിവരമില്ലല്ലോ. പക്ഷെ നമ്മുടെ അമ്മ പായസത്തിനുള്ളതാണുള്ള, പക്ഷെ കരിഞ്ഞിരിക്കും അല്ലേ. അമ്മച്ചമ്മ പായസം വെച്ച അപ്പ അടിയും പിടിക്കും, അത് കരിഞ്ഞായിരിക്കും. പക്ഷെ അമ്മച്ചമ്മയോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ അവിടെ കൊല അടക്കും. അയോഗമാ